മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസ് എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ മൂന്നാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ചിത്രം ബോക്സ് ഓഫീസിൽ എങ്ങനെ പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ വേണ്ടി മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യ ദിവസം കേരളത്തിൽ നിന്നും 3,50,00,000 രൂപയും വേൾഡ് വൈഡിൽ നിന്ന് 7 കോടിയോളം രൂപ നേടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ ഇന്നലെ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു കളക്ഷനിലേക്ക് സിനിമ എത്തപ്പെട്ടിട്ടില്ല എന്നതാണ് ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാവുന്നത്. ട്രാക്കഡ് കളക്ഷനും അതോടൊപ്പം തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് നൽകിയപ്പോൾ ഓവർസീസ് കളക്ഷനാണ് നമ്മളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ പോയത്. കേരളത്തിൽ നിന്നും 3,51,00,000 രൂപ, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 50,00,000 രൂപ, ഓവർസീസ് കളക്ഷനായിട്ട് സിനിമയ്ക്ക് 1,54,00,000 രൂപ മാത്രമേ നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. അങ്ങനെ ആദ്യ ദിവസം ചിത്രം വേൾഡ് വൈഡ് നിന്നായിട്ട് നേടിയിരിക്കുന്നത് 5,55,00,000 രൂപ എന്നാണ് ട്രാക്കേഴ്സ് എല്ലാവരും വ്യക്തമായിട്ട് കളക്ഷൻ അപ്ഡേറ്റ് നൽകിയിരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ ദിവസം കേരളത്തിൽ നിന്നും 1.5 കോടിയോളം രൂപയും അതോടൊപ്പം തന്നെ വേൾഡ് വൈഡ് ചിത്രത്തിൻ്റെ രണ്ടാം ദിവസത്തെ യാതൊരുവിധ കളക്ഷൻ അപ്ഡേറ്റും ഇതുവരെയും ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വളരെ ദയനീയമായ കളക്ഷൻ വരുന്നത് കൊണ്ടായിരിക്കാം ട്രാക്കേഴ്സ് വരെ ബറോസ് എന്ന ചിത്രത്തിൻ്റെ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് ഇനി പുറത്ത് വിടണ്ട എന്നുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ കുറച്ച് ഡിലേ ആക്കിയിട്ട് കളക്ഷൻ അപ്ഡേറ്റ് നൽകിയാൽ മതി എന്നുള്ളത് ട്രാക്കേഴ്സ് വിചാരിച്ചിട്ടുണ്ടാവും. ആദ്യ ദിവസം വേൾഡ് വൈഡ് 5.5 കോടിയും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ദിവസം കേരളത്തിൽ നിന്ന് 1.5 കോടിയും നേടിയെങ്കിൽ സിനിമ 2 ദിവസങ്ങൾ കൊണ്ട് 7 കോടി, അതുപോലെ വേൾഡ് വൈഡ് മറ്റനേകം കളക്ഷൻ എല്ലാം ചെയ്യുന്ന സമയത്ത് വേൾഡ് വൈഡിൽ നിന്ന് 2 ദിവസങ്ങൾ കൊണ്ട് ഒരു 8 കോടി റേഞ്ചാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളത്. മൂന്നാം ദിവസത്തെ ഇന്നത്തെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സമയത്ത് മണിക്കൂറിൽ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ 1,250 ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓർക്കുക, സിനിമ റിലീസായിട്ട് മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. അതും വെക്കേഷനിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത്. എന്നിട്ടും വലിയൊരു ഓളം സൃഷ്ടിക്കാൻ ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ബറോസ് എന്ന ചിത്രത്തിന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ച തിയേറ്ററിൽ എത്തിയ 9ാം ദിവസത്തിലൂടെ കടന്നു പോകുന്ന റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന താരനിര കുറഞ്ഞ ചിത്രത്തിന് ഇതിനേക്കാൾ കൂടുതൽ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഇന്ന് ബുക്ക് മൈ ഷോ ആപ്പിൽ കണ്ടു. അതുപോലെ ബറോസ് എന്ന ചിത്രത്തിന്റെ ഹിന്ദി വേർഷൻ ഇന്ന് തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. സിനിമയ്ക്ക് അവിടെയും വലിയ രീതിയിലുള്ള ഒരു മൗത്ത് പബ്ലിസിറ്റി ഒന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. കൂടുതൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ ചിത്രത്തിന്റെ ഹിന്ദി വേർഷന്റെ അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് എത്തിയാൽ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാം. എന്തായാലും ഈ ഒരു ദയനീയത മാറിയിട്ട് വലിയ രീതിയിലുള്ള കളക്ഷനിലേക്ക് എത്തപ്പെടാൻ, വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങളെ ഓവർകം ചെയ്യാൻ ബറോസ് എന്ന ചിത്രത്തിന് സാധിക്കട്ടെ. ഓക്കെ, ബൈ.